കാര്യം മനസ്സിലായല്ലോ. രാധേ രാധേമോ? അവള് നിങ്ങളോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായും അവളുടെ രണ്ടാമത്തെ ചിക്കനോട് ചാറ്റ് ചെയ്യുകയായിരിക്കും. അതല്ല അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട്. കൃഷ്ണനാണോ ഈ ഉപദേശം തരുന്നേ? ഒരു ശരിയാണ്, പുള്ളിക്കാരന് കുറെ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ്, എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. ശരിക്കും ഉറങ്ങാൻ പോയെങ്കിൽ അവളുടെ രണ്ടാമത്തെ ചിക്ക് നിങ്ങളാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മളും ഇതേ സംഭവം തന്നെ ചെയ്യണം. അവളെ മെയിൻ ചിക്കായി വെച്ച് ഒരുപാട് സൈഡ് ചിക്കനെ നിങ്ങൾ സമ്പാദിച്ചെടുക്കണം. എന്നിട്ട് എല്ലാവരെയും കല്യാണം കഴിക്കണം അവളെ ഒഴിച്ച്. എന്നിട്ട് മെയിൻ ചിക്കായ അവളുടെ പേര് എന്നെ പോലെ പാടി നടക്കൂ. രാധേ രാധേ. പുരാണം വെച്ച് നോക്കിയാൽ അത് കറക്റ്റ് ആണ്. പക്ഷെ ഇതൊന്നും കേട്ട് മെയിൻ ചിക്ക് സൈഡ് ചിക്ക് എന്നൊക്കെ പറഞ്ഞിരുന്ന, സൈഡ് ചിക്ക് പൊക്കുമ്പോ മെയിൻ ചിക്കും പോവും, എല്ലാ ചിക്കും പോയി സിംഗിൾ ആയിട്ട് ഇവിടെ നിന്ന് ലൈവ് കണ്ടവര്. അതിലും ഭേദം ഒരെണ്ണത്തിനെ, ഞാൻ പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാം, ഒരെണ്ണത്തിനെ മാനേജ് ചെയ്യുന്ന തന്നെ വലിയ പാടാണ്. പിന്നെ രണ്ടു മൂന്നെണ്ണത്തിനെയൊക്കെ അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും നിങ്ങളെ. അതിലും ഭേദം ഇന്ന് ഇതൊക്കെ പുരാണം, കൃഷ്ണന്റെ ഒക്കെ കാലം എന്ന് പറഞ്ഞാൽ അന്ന് അണ്ണാ നോക്കാതെ പോവല്ലേ. നോക്കിയടാ, ഇനി പോയല്ലോ. ഓക്കെ, അതായത് മറ്റേ ഹരികൃഷ്ണനാണെന്നാ തോന്നുന്നു എനിക്ക്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, അവനാണ് ഇങ്ങനത്തെ സാമാനങ്ങളൊക്കെ പടച്ചു വിടുന്നത്. ഇവന് വേറെന്തോ അസുഖമാണ്. ഇവ വീടിന്റെ പുറത്തു പോലും ഇറങ്ങാതെ രാവിലെ തൊട്ട് പ്രിന്റ് ചെയ്യാൻ തുടങ്ങും. ഒരു 7:45 അലാറം വെച്ച് എണ്ണീറ്റിട്ട് തിന്നു പോലും ഇല്ല, പെൻസിലും പേപ്പറും എടുത്ത് പ്രിന്റിങ് രാവിലെ തൊട്ട് താഴെ വരെ. എന്താണോ അവന്റെ കണ്ണി കാണുന്ന അതേപോലെ അച്ചടിച്ചു വെക്കും. ഇങ്ങനെ ഒരുത്തനെ ഞാൻ എന്ത് പറയാനാണ്? അത് കണ്ടാ നിങ്ങൾ ആദ്യം കാണിച്ച റെഫറൻസ്? കണ്ട റീല് കാണുമ്പോ ഇങ്ങനെ എല്ലാം സേവ് ചെയ്ത് വെക്കും, എന്നിട്ട് ഇരുന്ന് വര തുടങ്ങും രാവിലെ ആവുമ്പോ. റെഫറൻസിനേക്കാളും ഭംഗിയുണ്ടാവും വരച്ചത്, പറയാതിരിക്കാൻ വയ്യ. ഹരീഷ്ണ, നിനക്ക് എന്തോ പ്രശ്നമുണ്ടേ? ആ, ഇത് ഡിസ്പ്ലേ ആണോ ഇത്? ഇപ്പൊ ബസ്സിനൊക്കെ അങ്ങനെ ഡിസ്പ്ലേ. ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ ഇത് കണ്ടപ്പോ വിചാരിച്ച ലൈറ്റ്, ആ നെയിം ബോർഡിന്റെ മണ്ടയ്ക്ക് ലൈറ്റ് ഇരിക്കുവാ. കണ്ട, ഇങ്ങനെ കണ്ട അങ്ങനെയല്ല പറയത്തുള്ളൂ. അവരാധപ്രവി ഇവിടെ ഉണ്ട്. എന്റെ അമ്മ, ജോക്കി, ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി. എനിക്ക് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയതുപോലെ ബസ്സിനകത്ത് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സ്മോക്കൊക്കെ ഇതാക്കി ട്രിപ്പ് പോവാൻ കൊതിയാവും ജോക്കി. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകും ജോക്കി. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. No, my smile is beautiful. Sydney Sweeney, man. Nah, mine is best. The best video. ഇന്നത്തെ കിടലൻ, ഇന്നത്തെ ബെസ്റ്റ് വീഡിയോ ഇതാണ് ഇന്നത്തെ ബെസ്റ്റ് വീഡിയോ ജോക്കി. വീഡിയോ ഓഫ് ദ ഡേ. ഒന്നുകൂടെ കാണട്ടെ. ഇവരൊക്കെ സിനിമ നടിമാരാണോ? ഇന്നലെ രാത്രി അടുത്തത് സിഡ്നി സ്വീഡൻ. ബ്രോ, നീ ഇന്നലെ രാത്രി ഇത് ഇവിടുന്ന് എഡിറ്റ് ചെയ്തിട്ടല്ലടാ. നിന്നെ ഇന്നലെ വീസി കണ്ടപ്പോ എനിക്ക് തോന്നി അനാട് എർമാസിനെ സിഡ്നി സ്വീഡി അറിയാത്ത നീയൊക്കെ സിനിമ നടിമാരാണോ ജോക്കി? പിന്നെ ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് സിനിമ ഒന്നും കാണാറില്ല. എനിക്ക് ഇന്ത്യൻ ഫിലിംസാ ഇഷ്ടം. നമ്മുടെ മലയാളം, തമിഴ്, ഹിന്ദി. പിന്നല്ല,
കിടന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്യട്ടെ അല്ലെ ഇവര് അസൂയുള്ളവര് ചിലപ്പോ ഇതാക്കി കളഞ്ഞോളെ. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നേ? ആ ഇവിടെ ഉണ്ട്. നിന്റെ ഡെസ്ക്ടോപ്പിൽ കിടപ്പുണ്ടായിരിക്കും ഓൾറെഡി. എന്താണ് ഇന്ന് മൊത്തം ഇങ്ങനത്തെ സാധനമാണോ അത് വരുന്നത്? ഇതെന്താ അത് കണ്ട? ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ട്രാൻസിഷൻ പ്രതീക്ഷയില്ല കേട്ടാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാ. IG അൺനോൺ ആർട്ടിസ്റ്റ് രഞ്ജിത്ത് വരയ്ക്കാൻ തുടങ്ങണം. ഗൈസ് ജോക്കി വരയ്ക്കും അടിപൊളിയായിട്ട്. അടമേ പോണേ ഒരു ഹെൽപ്പ് ചെയ്യാവോ? കാരണം നാളെ നമ്മളെ റൊണാൾഡോയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിയെ നേരിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തായാലും പറ്റത്തില്ല. അപ്പോൾ നീ പറ്റുവാണെങ്കിൽ നിൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് ഒരു നല്ലൊരു എഡിറ്റ് ചെയ്യാവോ? പെരിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട് ആര് കണ്ടാലും ഒറിജിനൽ ആണേ പറയുള്ളൂ. സൂപ്പർ. നീ ഒരു വട്ടം എമ്പരാൻ കണ്ടതല്ലേ, പിന്നെ എന്തിനാ കാണണ? വീണ്ടും ടിക്കറ്റ് എടുക്കണേന്ന്. ഈ ഒരു ഒറ്റ സീൻ മതി വില്ലംബ്രോ. ഈ പടം എന്റെ അമ്മ പൃഥ്വിരാജ് പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി മോഹൻലാൽ മുണ്ടെടുത്ത് വരുന്ന സീക്വൻസുകളൊന്നും ഉണ്ടാകത്തില്ല, അതല്ല വാട്ട് വി ആർ മേക്കിംഗ് എന്ന് പറഞ്ഞ പുള്ളി ഒരു വീഡിയോ പറഞ്ഞായിരുന്നു. പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഉണ്ടല്ലോ, ഞാനിപ്പോ തുടക്കം പറഞ്ഞതേ ഉള്ളൂ. മറ്റേ ലേസർ വരുന്നത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച മറ്റേ സാഗർ ജാക്കിലുണ്ടല്ലോ ആ സാധനം. സാഗർ ജാക്കിലല്ലേ ആ ലേസർ വരുന്നത്? പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഇത് മതി. പിന്നല്ല ഈഗിൾ ബ്രോ മറ്റേ ബെല്ലാരിയുടെ എന്താടാ മറ്റേ ബെല്ലാരിയുടെ പുതിയ ഗ്യാങ് വണ്ടി ഉണ്ടായിരുന്നു. ഇല്ല കാണണ്ട. ഇത് ഡിസ്കോഡ് കുറച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അല്ലാത്ത വീഡിയോ റിയാക്ട് ചെയ്യാം. സത്യം ഇപ്പൊ ഈ കൊറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയതോടെ കൊറേ ആർട്ടിസ്റ്റ് അവർക്കൊക്കെ ഭയങ്കര ഫീൽ ബാഡ് ആയി തുടങ്ങി. കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ഇത്രയും ഇതൊക്കെ കാണുമ്പോ. ഗൈസ് ബാലന്റെ വീഡിയോ ഞാൻ കാണാന്ന് പറഞ്ഞല്ലേ ഗൈസ്, ഞാൻ കുറച്ച് ഡിസ്കോട്ട് അണ്ണാ ഞാൻ വരച്ചതാ. എനിക്ക് വയസ്സായത് പോലെ ഇരിക്കുന്നതാ. വയസ്സായല്ലേ എനിക്ക്. അത് മൊത്തം വരച്ച് തീർക്കട്ടെ. ഔട്ട്ലൈൻ അല്ലേ, ഔട്ട്ലൈൻ അല്ല, ബേസ് കളർ കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് ഏത് പെൻസിൽ? ഇത് എന്ത് പെൻസിലാ ഇത്? എനിക്ക് താടിയൊക്കെ വരച്ചേട്ടാ കിടിലോടാ. വിഷ്ണു പ്രഭ, ഓ താങ്ക് യു സോ മച്ച്. കിടിലൻ സാധനം. ഒരു സൈഡ് മാത്രം ജോയിന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തോന്നാൻ ഇപ്പൊ ഞാനിപ്പോ ക്ലീൻ ഷേവ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. എടാ നീ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഷേവിംഗ് സെറ്റ് ഒക്കെ ഉണ്ട്. അത് വേറെ എവിടെയെങ്കിലും നീ എവിടെ ഉപയോഗിക്കാൻ ഷേവിംഗ് സെറ്റ് ഇല്ല. ജാക്കി ചാൻ സ്പീക്കിംഗ് മലയാളോ? വേറെ എന്റെ വീട്ടിൽ വന്ന് എന്റെ മോളത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. പുള്ളി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടേക്കുന്നുണ്ട് ജോക്കി, മാസ്റ്റുബേഷൻ. ബസ്സുവെക്കകത്ത് ക്യാമിയ ഉണ്ട്. ആര്? ആറാട്ടെണ്ണ മമ്മൂട്ടിയെ ചേസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം പിടിക്കുമ്പോ ആറാട്ടെണ്ണ ഹെൽമെറ്റ് ഊരി നിൽക്കും. ലക്ഷങ്ങളാണ് പ്രതിഫലം തന്നതെന്ന്. എനിക്കതൊന്ന് കാണാൻ വയ്യ. അയ്യോ, വി ഗോട്ട് ആറാട്ടെണ്ണ ഇൻ മൂവി ബിഫോർ GTA 6. അതും മമ്മൂക്കാണ് പോയി.
എന്റെ അളിയാ